നവാസിക്ക ഇങ്ങനെ വിളിച്ചോട്ടെ, എനിക്കറിയില്ല. അതുപോലെ തന്നെ സുരേഷ് കുമാർ, എന്നെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്നെ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ. എന്തായാലും മുതിർന്ന ആളാവാം, ജോലിക്കൊക്കെ പോയേക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കുക. എങ്ങനെ ആയിക്കോട്ടെ, മുതിർന്ന ആയാലും ഇളയതായാലും എങ്ങനെയായാലും ആ ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം നമുക്കൊരടുപ്പം തോന്നും, നമ്മുടെ സ്വന്തം ആരോ വിളിക്കുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ചേട്ടാ എന്ന് പറയും. അതൊരു തമാശയും ആ ഒരു മനസ്സിനൊരു സന്തോഷം. അത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഫീലും ഞാൻ തിരിച്ച് ചേട്ടാ എന്ന് വിളിക്കുമ്പോൾ സുരേഷ് കുമാറിനും അങ്ങനെ ഒരു ഫീലും ഉണ്ടാകുമായിരിക്കും അല്ലേ. ഒരാത്മബന്ധം നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളോട് തോന്നാം. നവാസ് ഇക്ക, പിന്നെ കവിത, എനിക്ക് അങ്ങനെ ഒരു ടച്ചുണ്ട് കവിതയോട്. കാരണം സാഹിത്യം പഠിച്ച ഒരു ഇതിലായിരിക്കാം എഴുതിയിരുന്നു. ചില സമയത്ത് ഇങ്ങനെ സാഹിത്യപരമായ ലേഖനങ്ങൾ പോലൊക്കെ ഞാൻ എഴുതാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഞാൻ എഴുതി വെച്ച ഒന്ന് ഞാൻ ഒരു വീഡിയോയിൽ വായിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കുറിപ്പുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, എവിടെയൊക്കെയോ ഉണ്ട്. കാരണം ഞാൻ മാക്സിമം എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയം മുതൽ പഠിച്ച ബുക്കുകളായാലും പുസ്തകങ്ങളായാലും ഒന്നും ഞാൻ അങ്ങനെ കളയാറില്ല. ചാക്ക് കണക്കിന് ബുക്കുകൾ കാണും. ലാസ്റ്റ് അമ്മ വഴക്ക് പറയും, ഇതെല്ലാം കൂടെ എന്തിനാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്, ഞാൻ ആർക്കെങ്കിലും എടുത്ത് കൊടുക്കുക എന്ന് പറയും. പക്ഷേ എനിക്ക് ഭയങ്കര ഫീലിംഗ് ആണ് അങ്ങനെയൊക്കെ കൊടുക്കാമെന്ന്. ഇവിടെയും ഷെൽഫിലൊക്കെ ഞാൻ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എവിടെ നിന്ന് കിട്ടിയാലും എനിക്ക് അത് അങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ എനിക്കിഷ്ടമുള്ള കവിതകളൊക്കെ ഉണ്ട്, കുറേ ഉണ്ട്, ഒക്കെ എടുത്ത് ഞാനൊന്ന് ചൊല്ലിയൊക്കെ നോക്കാം. കവിത ഞാൻ എഴുതിയതാണ്, കൊന്നയുടെ ദുഃഖം. അതെനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ആ ഒരു ടൈമിലെങ്ങാണ്ട് എഴുതിയത്. പിന്നെ ഒരിടയ്ക്ക് ഇങ്ങനെ ഞാൻ വിചാരിച്ചു, ഇത്തരത്തിലുള്ള ലേഖനങ്ങളും കവിതകളും ഒക്കെ നെറ്റിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ, അങ്ങനെ ചെയ്യാമെന്നൊക്കെ കരുതിയതാണ്. പക്ഷേ അത് ഫോണിലൂടെ നമുക്കത് പറ്റില്ല. അത് ടൈപ്പ് ചെയ്തൊക്കെ ശരിയാക്കാനൊന്നും ഫോൺ പറ്റില്ല, നമുക്ക് സിസ്റ്റം തന്നെ വേണം. അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്, അങ്ങനത്തെ ഒന്ന് പബ്ലിഷ് ചെയ്തിടണമെന്നൊക്കെ. കുറേ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും കുറേയൊക്കെ എനിക്ക് എഴുതാനും ഒക്കെ പറ്റും. പക്ഷേ കുഞ്ഞ് ആശങ്കകളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും അങ്ങനെ കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നെൻ്റെ മനസ്സിലിങ്ങനെ പ്ലാനുണ്ട്. പിന്നെ ഏറ്റവും വലുത് എൻ്റെ PhD സ്വപ്നമാണ്. അതെല്ലാം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇച്ചിരി കിതപ്പ് തോന്നുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിച്ചിട്ട് മുകളിലോട്ട് സ്റ്റെപ്പ് കയറി വന്ന് ഇരിക്കുന്ന ഒരു ഇതിലാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ആ സൗണ്ട് ഒരു ബുദ്ധിമുട്ടായി തോന്നുന്നത്. നമ്മൾ ഫുഡ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മൾ സ്റ്റെപ്പും കയറി അതിൻ്റെ കൂടെ സംസാരം കൂടെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ, അതിൻ്റെയാണ്. അപ്പം ഇങ്ങനെ കുഞ്ഞിന് ചേട്ടൻ ചോദിച്ചതുപോലെ കുഞ്ഞിന് കുഴപ്പമില്ല, ഒരു കഫക്കെട്ടിൻ്റേതുണ്ട്. ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ വരുന്നത്, അതിൻ്റെ ഒരു ടെൻഷനുണ്ട്. ഇന്നലെ ഡോക്ടറെ കാണിച്ചു, മരുന്ന് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നു. അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനിയും അങ്ങനെയുള്ള കവിതകളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഓക്കെ.